ഹായ് ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്നത് സസ്യാധിഷ്ഠിത ഭക്ഷണങ്ങളായ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, ഒലീവ് ഓയിൽ തുടങ്ങിയ ആരോഗ്യകരമായ കൊഴുപ്പുകൾക്ക് ഊന്നൽ നൽകുന്ന ഒരു ഭക്ഷണ രീതിയാണ്. മിതമായ അളവിൽ സീ ഫുഡ്, ചിക്കൻ, പാലുൽപ്പന്നങ്ങൾ എന്നിവയും പരിമിതമായ അളവിൽ ചുവന്ന മാംസം സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഈ ഡയറ്റിൽ ഉൾപ്പെടുന്നു. മെഡിറ്ററേനിയൻ ഭക്ഷണരീതി പിന്തുടരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മെഡിറ്ററേനിയൻ ഭക്ഷണക്രമം ശരീരഭാരം കുറയ്ക്കാൻ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഭക്ഷണക്രമം പിന്തുടരുന്ന ആളുകൾക്ക് കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണക്രമം പിന്തുടരുന്നവരെക്കാൾ കൂടുതൽ വേഗത്തിൽ ശരീരഭാരം കുറയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുകളുള്ള സസ്യാധിഷ്ഠിത ഭക്ഷണങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് നിങ്ങൾക്ക് വിശപ്പ് പെട്ടെന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ സഹായിക്കും. ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ മെഡിറ്ററേനിയൻ ഭക്ഷണക്രമം നിരവധി ഹൃദയാരോഗ്യ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ഇതുവഴി ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവയുടെ സാധ്യതയും കുറയ്ക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ പോലെയുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾക്ക് ഊന്നൽ നൽകുന്നതും ഒമേഗ 3 ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമായ മത്സ്യം ഉൾപ്പെടുത്തുന്നതും വഴി ഈ ഡയറ്റ് ഹൃദയാരോഗ്യത്തെ മികച്ചതാക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ മെഡിറ്ററേനിയൻ ഭക്ഷണക്രമം ടൈപ്പ് 2 പ്രമേഹം തടയുന്നതിന് ഫലപ്രദമാണെന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ബുദ്ധിശക്തി മികച്ചതാക്കാനും നമ്മളെ സഹായിക്കും. ഈ ഭക്ഷണക്രമം ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ ഭക്ഷണക്രമം ആരോഗ്യകരവും രുചികരവുമായ ഭക്ഷണരീതിയാണ്. അത് നിരവധി ആരോഗ്യ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മെഡിറ്ററേനിയൻ ഭക്ഷണക്രമം പിന്തുടരാൻ തീർച്ചയായും ശ്രമിക്കേണ്ടതാണ്. പലതരത്തിലുള്ള ഡയറ്റും പല കാര്യങ്ങളും നമുക്കറിയാം. എന്നാൽ നമ്മുടെ മുൻപിലേക്ക് പുതുതായിട്ട് വരുന്ന അറിവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും പരീക്ഷിച്ചു നോക്കുക. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.